ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തോമൂന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അവരുടെ എന്തോ സ്കൂളിൽ നിന്ന് എങ്ങോട്ടോ പോകണമെന്ന് എന്തോ പറഞ്ഞ് തോമൂന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. മറ്റ് 2 പേരും പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഡാഡി അവരെ കൊണ്ടുവന്നാക്കി വരികയാണ്. അപ്പോൾ കാറ് പുറത്തിട്ടേക്കാം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങൾക്കിന്ന് ഒന്ന് അനിയൻ്റെ വീട്ടിലേക്ക് പോകണം, മോള് പ്രസവിച്ചേക്കാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലത്തത്തെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടാവാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഒതുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവരെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. പ്രത്യേകിച്ച് അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മോള് കുറച്ച് ദിവസം മുൻപാണ് ഡെലിവറി കഴിഞ്ഞത്. അതായത് മാസം ശരിക്ക് ദിവസങ്ങൾ ആവണതിൻ്റെ മുമ്പായിട്ട് ഒരു 30 ദിവസം മുൻപായിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കുഞ്ഞു ഉണ്ണിയായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവന്മാർ 3 പേരും കൂടി ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പിള്ളേരില്ലാത്തപ്പോൾ പോകാമെന്ന്. അപ്പോൾ തോമു ഒറ്റയ്ക്കാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അവൻ അപ്പ ഉണ്ടായെങ്കിൽ അപ്പയുടെ കൂടെ അങ്ങനെ മിണ്ടാണ്ട് നിന്നോളും. മറ്റ് 2 പേരാണ് ഈ ഓട്ടത്തിൻ്റെ ആൾക്കാർ കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം കഴിച്ചു വെച്ചിട്ട് നമുക്ക് 10:30-11 ആകുമ്പോഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഡോണിനെ വിട്ടിട്ടില്ല. അപ്പോൾ ഡോണും ഞങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും ഒന്നിച്ച് പോയിട്ട് ഇപ്പോൾ ഒരു കുട്ടിയെ കാണാൻ പോയാലും എവിടേക്കായാലും നമ്മൾ അങ്ങനെ പോവാറ്. അപ്പോൾ ഇന്ന് ബ്രെഡും സ്റ്റൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ സ്റ്റൂ ആയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളുടെ പ്ലാസ്റ്റിക് പറക്കണവർ വന്നത്. അപ്പോൾ സാധാരണ ഹരിതക്കാർക്കാണ് കൊടുക്കാൻ പറയുക. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് കൊടുക്കണതാണ് നല്ലത്. ഹരിതക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെനിക്ക് തോന്നുന്നു കൊണ്ടുപോയി എവിടെയെങ്കിലും ഡംപ് ചെയ്യാണ് ചെയ്യുക, പിന്നീടാണ് ചെയ്യുക. എന്താ ചെയ്യണമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പ്ലാസ്റ്റിക് കുപ്പി പാട്ട കൊണ്ടുപോകുന്നവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു 10 രൂപ കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് ആണ് കേട്ടോ ഇങ്ങനെയുള്ള അധികം സാധനങ്ങൾ കൊടുക്കാറ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സ്റ്റൂ കുറച്ച് ബാക്കിയുണ്ട്, അത് പകർത്തി. പിന്നെ പ്രത്യേകിച്ച് ഒരു പണികളും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള എളുപ്പപ്പണികളാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബ്രെഡും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങളിത് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ലീലാമ്മജി ഉണ്ടായിരുന്നില്ല. ലീലാമ്മ അവിടെ നിന്നു. അവരൊന്നും അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, പിന്നെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ലീലാമ്മ അവിടെ നിന്നു. ഞങ്ങൾ അപ്പനും മക്കളും ഞാനും പിന്നെ ഡോണും ചാക്കോച്ചനും. ഡോൺ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് 2 വീലറും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോമുന് ഭയങ്കര പരാതി കേട്ടോ. ഞാൻ എപ്പോഴും പാച്ചു എന്ന് പറയണു, തോമുവിൻ്റെ പേര് കുറച്ചാൽ പറയണുള്ളൂ എന്ന് ഭയങ്കര പരാതിയാണ്. സത്യം ആ പരാതി ഭയങ്കര ശരിയാട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവും. തോമുവിൻ്റെ പേര് എനിക്ക് അവസാനം വരുള്ളൂ. ചാക്കോ പാച്ചു എന്നേ വരുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ തോമു 2 വീലർ വരാമെന്ന് പറഞ്ഞു അപ്പയുടെ കൂടെ. പിന്നെ അവന് മുടി വെട്ടാൻ പോകണം. അപ്പോൾ മടക്കം വരുമ്പോൾ മുടിയും വെട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞങ്ങളുടെ മുമ്പിൽ കൂടെ 2 വീലറിൽ പോകാനുള്ള ഒരു പത്രാസിന് വേണ്ടിയിട്ടാണ് കേട്ടോ കയറിയേക്കണേ. അങ്ങനെ ഞങ്ങളിതേ തറവാട്ടിലേക്ക് എത്തി. അപ്പോൾ എപ്പോഴും തറവാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അമ്മയുടെ ഓർമ്മകളാണ്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതേ ഇവിടേക്കാണ് കേട്ടോ, ഈ വീട്ടിലേക്കാണ് കല്യാണം. അപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറോളം നിന്ന് കുഞ്ഞുമാവേനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പം മടങ്ങുമ്പോൾ ഓൾറെഡി ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിഗ്നലിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് എന്തായെന്ന് അറിയില്ല. സിഗ്നലിൽ തന്നെ ആയതുകൊണ്ട് നിർത്തി നോക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ റോട്ടിൽ മൊത്തം നല്ല തിരക്കാട്ടോ. സംഭവം ഉച്ചയായാലും പണ്ടൊക്കെ ഒരു ഉച്ച നേരം എന്ന് പറഞ്ഞാൽ റോട്ടിൽ ആരും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഏത് നേരത്ത് നോക്കിയാലും ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പുതിയതല്ല കേട്ടോ, ഒരു മറ്റേ പച്ചക്കറി കടയുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഡിമ്പിളിന് എപ്പോഴാണ് വന്നാലും ഇവിടെ ഇറങ്ങി വാങ്ങിച്ചാൽ ഡിമ്പിളിന് ഒരു തൃപ്തിയുള്ളൂ കേട്ടോ. അവളെപ്പോഴും പറയും ഇവിടെ അച്ചാറുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു അധിക ഭാഗം ഡിമ്പിൾ ഇവിടേക്ക് ഡാഡിയും മോളും കൂടിയിട്ട് ഇടയ്ക്ക് ഒരു കുട്ടി പർച്ചേസിങ്ങിന് വരാറില്ല, അപ്പോൾ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക്. അപ്പോൾ ഇവിടേക്കാണ് വരിക കേട്ടോ. അപ്പോൾ ഇന്ന് 2 കൂടി ഇറങ്ങി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ പിള്ളേർക്ക് വിട്ടുകൊടുത്തിരിക്കുക. അപ്പോൾ അവർ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക, അവർ തന്നെ വെക്കുക, അവർ തന്നെ വിളമ്പുക, നമ്മളത് കഴിക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് എന്താണോ വെക്കുന്നത് അത് പുതിയ ജനറേഷൻ ആയതുകൊണ്ട് അവർ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്കും പുതിയ സാധനങ്ങൾ കഴിച്ചൂടെ. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഡെയിലി ഫ്രഷ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് ഇത് കുറച്ചായുള്ളൂ തുടങ്ങിയിട്ട് കേട്ടോ. ഇവരുടെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പുറത്ത്
പുണ്യാളൻ എന്ന് പറഞ്ഞിട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവർക്ക് ആവശ്യമുള്ള മീൻ, അപ്പോൾ ഇന്ന് കൂന്തളും ചെമ്മീനാണ് വാങ്ങിച്ചേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു കള്ളവിശപ്പ്, നമുക്ക് എന്തായാലും പുറത്തിറങ്ങിയതല്ലേ ഡാഡി, എന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു പിള്ളേർ. എന്നാൽ ശരി ആയിക്കോട്ടെ. അപ്പോൾ ഡോണും തോമും മുടി വെട്ടാൻ പോയേക്കാട്ടോ. അപ്പോൾ നമ്മുടെ മാധവ മന്ദിരം കഴിഞ്ഞ് മറ്റേ ഇതുണ്ട്, ടർഫുണ്ട്, അവിടുന്ന് തൊട്ടപ്പുറത്താണ് സിഡാറിൻ്റെ ഒരു സൂപ്പർ മാർക്കറ്റും അതിനോട് കൂടിയിട്ടും ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പറയാറുണ്ട് ഒക്കെ പുതിയ പുതിയ വീടുകളാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചത് മെയിനായിട്ട് ഈ കട നിങ്ങൾക്ക് മിസ്സാവാണ്ടിരിക്കാനാട്ടോ. സൂപ്പർ സാധനങ്ങളാണ് അവിടുത്തെ. അപ്പോൾ പ്രൊമോഷനൊന്നും അല്ല, ഞാൻ വീണ്ടും പറയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇറങ്ങി നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഡിവൈൻ ഇറങ്ങിയിട്ട് ഞാൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉണ്ടോയെന്ന് ചോദിക്കാനായിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഇവരിവിടെ നോക്കി വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ 65 അങ്ങോട്ട് ഇവിടെ എല്ലാ ദിവസവും 3 മണിക്ക് അങ്ങോട്ട് വറുക്കുമെന്ന് പറയും. വറുത്തേക്കാൾ സ്പീഡിൽ അത് കഴിയുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വേഗം വായോ, ദേ ഇവിടെ ഉണ്ട് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഇറങ്ങി പോയിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവരുടെ നല്ല ഒരു ഡീലിങ്സ് ആട്ടോ, പെരുമാറാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ അകത്ത് നല്ല നീറ്റായിട്ട് കിടക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ഇരുന്നു. അപ്പോൾ ഡിവൈൻ ഷവർമ കഴിച്ചു, ഞാനൊരു പഴംപൊരി കഴിച്ചു, ഡാഡി ഒരു സ്വീറ്റ് പൊറോട്ട കഴിച്ചു കേട്ടോ. അപ്പോൾ ലീലാമ്മച്ചിക്ക് അടയും സ്വീറ്റ് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ലീലാമ്മ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റാവും. കറികളൊക്കെ റെഡിയാണ്, പക്ഷേ ചോറ് വെക്കണം, കുറച്ച് ചോറുള്ളൂ. പക്ഷേ പുതിയ ചോറ് വെച്ചാലേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോനാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവൻ പറയായിരുന്നു ഇത് നല്ല അരിയുണ്ട്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ അരിയുണ്ട് കേട്ടോ. 10 രൂപയാണെന്ന് തോന്നുന്നുണ്ട്, നല്ല അരിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്നാക്സിനും അധികം വലിയ വിലകളൊന്നുമില്ല, അത്യാവശ്യം എന്താ പറയുക 10 രൂപ 12 രൂപ അങ്ങനെയുള്ള സംഭവം. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ സാധനം. അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളുള്ള ഒരു സ്ഥലം പൂച്ചട്ടിയിൽ തന്നെ. അപ്പോൾ ഇതാണ് ആ ബിൽഡിങ്. അപ്പോൾ തൊട്ടപ്പുറത്താണ് സിഡാറിൻ്റെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ മാധവ മന്ദിരത്തിൻ്റെ അതിൽ പിന്നെ കൂടാണ് കേട്ടോ വരിക. അങ്ങനെ വന്നതാ കയറുമ്പോൾ അപ്പോൾ ഞങ്ങളുടെ വിചാരം തോമും ഡോണും എത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വന്ന് കയറി വേഗം ലീലാമിക്ക് ഇത് കൊടുത്ത് ഞാൻ ഓടിപ്പോയത് അരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഡോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആദ്യം വേണ്ടി വരെ ചോറാണ്, പിന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ തെക്കും തിരക്കായി. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മുടെ സമയമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ പിന്നെ അന്നത്തെ ദിവസത്തെ കണക്കൂട്ടൽ മൊത്തം തെറ്റുട്ടോ. തോമു മുടിയൊക്കെ വെട്ടിയിട്ട് വന്നു, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിൽ നല്ലോണം മുടി താഴ്ത്തി വെട്ടണം എന്നാണ്. പക്ഷേ ഇവിടെ ഇവൻ്റെ ഒരു വിധമൊക്കെ ബാക്കിലൊക്കെ ഫുൾ വെട്ടീൻ്റെ, ഫ്രണ്ടിൽ വളരെ കുറച്ചുള്ളൂ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ പിള്ളേരെത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്നിനും നേരം കിട്ടിയില്ല. പിള്ളേരെത്തി. അപ്പോൾ ഒരുത്തം വന്നേക്കണുണ്ട്, ഷൂ ലൈസൊക്കെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇന്നെന്താ ചട്ടമ്പിയായിട്ടാണോ വരവെന്ന്. ഇന്നത്തെ വരവ് തന്നെ ഒരു ചട്ടമ്പി തരത്തോട് കൂടിയിട്ടാട്ടോ. ഇന്നലെ ആകെ പിണങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ദിവസം ഓരോ മൂഡാണ് അവർക്ക്. അപ്പോൾ അവൻ ഓടണത് എന്താണെന്ന് വെച്ചാൽ അപ്പയുടെ പോക്കറ്റിൽ മിഠായി ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അപ്പ ഇവിടെ നിൽക്കല്ലായിരുന്നു, നീയല്ലേ പുറത്ത് പോയിട്ട് വന്നപ്പോൾ നീയല്ലേ മിഠായി കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല അപ്പ മിഠായി തായോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ചാക്കോയിലേ പോയിട്ട് വന്നേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ അവർ മീൻ വറുക്കായിട്ടുണ്ടായിരുന്നു. ഇത് സാമ്പാർ നാളേക്ക് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ മീൻ വറുത്തതും പിന്നെ എന്തിട്ടായിരുന്നു എന്ന് കറി ഞാൻ പറയാം കേട്ടോ, ഞാൻ മറന്നുപോയി സത്യത്തിൽ. അപ്പോൾ ഒക്കെ കൂട്ടിയിട്ട് ചെറുപയർ കറി മീൻ വറുത്തതുമായിരുന്നു ഇന്ന് മെയിനായിട്ട് സംഭവം. പിന്നെ അച്ചാറും അതുപോലെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് കുറച്ച് പച്ചക്കറികൾ വാങ്ങിയതൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് കണ്ടു 2:45. ആ സമയത്താണ് അക്കിയുടെ ഫ്രണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഡാഡിയോട് പറഞ്ഞു എന്നെ ഒന്ന് അവിടെ വരെ ഒന്ന് കൊണ്ടാക്കി തന്നു. അവർ പോണോടുകൂടി ഞാൻ തിരിച്ചിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പറമ്പിൽ അപ്പുറത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് തീയിടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അവിടുന്ന്, അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും നേരം കിട്ടിയില്ല. വന്ന് നേരെ അക്കിരോടേക്ക് പോകണം. അപ്പോൾ അക്കിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ്, അതായത് LP UPയിലൊക്കെ പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും മൂപ്പർക്ക് കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ നോക്കുമ്പോൾ കാണായിരുന്നു കേട്ടോ, പുതിയ വീടുകളാണ്. മുമ്പ് മുഴുവൻ പറമ്പായിരുന്നു, പാടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീടുകൾ വന്നപ്പോൾ
ഈ ഭാഗമേ മാറിയിട്ടോ. ഒക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളും ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കിയിടയിലേക്ക് കിടക്കുക. അപ്പോൾ അക്കിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരെപ്പോഴും വരികയും ചെയ്യും കേട്ടോ, ഫ്രണ്ട്സ് ഒന്നിച്ച്. ഇത് ബഹ്റൈനിലുള്ളൊരു ഫാമിലിയാണ്. ഷീബ ചേച്ചിയുടെ കൂടെ പഠിച്ചാണ്. കൊച്ചിയിലാണ് അവർ താമസിക്കുന്നത്. സ്റ്റാൻലി ചേട്ടനും 2 ആൺമക്കളാണ്. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ് അവരും ബഹ്റൈനിൽ തന്നെ സെറ്റിൽഡാണ്. ഈ മോനും അവിടെ തന്നെയാണ്. അവൻ ഇനി കല്യാണം ആലോചിക്കാനായിട്ട് നിൽക്കണം. അപ്പം ഞാൻ അവനെ കളിയാക്കായിരുന്നു, അടുത്ത മണവാളനാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷീബയും സ്റ്റാൻലി ചേട്ടനും മോനും കൂടിയിട്ട് ചേച്ചീനെ കാണാൻ വന്നതാട്ടോ. അപ്പോൾ അവരെപ്പോൾ വരുമ്പോഴും മറ്റേ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊണ്ടുവരും. അപ്പോൾ പറയായിരുന്നു, ഷീബ ബഹ്റിനിലെ എന്തോ ഇതിൽ ഫസ്റ്റായിരുന്നു, മറ്റേ മത്സരത്തിൽ പങ്കെടുത്തിട്ട് കുക്കറി ഷോയിൽ വിന്നറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾ വന്നപ്പോൾ ഫിഷ് മോളി, പിന്നെ എന്തുട്ട ഞണ്ട്, ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കഴിച്ചിട്ടുള്ള സംതൃപ്തിയിൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ അക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം തകിടം മറിഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ്, ഒരു ഉരുള എടുക്കുമ്പോഴാണ് അക്കി വിളിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലത്തെ ചോറ് തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വരണോട് കൂടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നാക്കിയത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പലതരം പൂക്കൾ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വന്ന ഷീബയ്ക്കും അതേ പൂക്കളോടും ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ വരുമ്പോഴും കുറച്ച് കൊണ്ടുവന്നു തോന്നുന്നുണ്ട് ചെടി. ഇവിടുന്ന് പോകുമ്പോഴും കുറച്ച് കൊണ്ടുപോയി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെപ്പോഴും വീഡിയോ കോളും കാര്യങ്ങളും ചെയ്യണതല്ലേ. അപ്പോൾ ഇല്ലാത്ത ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കലും കൊടുക്കലും. അക്കിയുടെ മെയിൻ ഹോബി ഈ ചെടികൾ വാങ്ങിക്കുക, ആരെങ്കിലും കാണാൻ വരുമ്പോൾ കൊണ്ടുവരാ ചെടികളാണ് കേട്ടോ. അത്ര ഇതാണ്, ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അത് കഴിഞ്ഞ് ചെടിക്ക് ആക്കി മെഡിസിൻസും കാര്യങ്ങളും ഒഴിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ എന്താ പറയുക അവർ യാത്രയെ. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാനും അവരുടെ കൂടെ ഇറങ്ങി. അപ്പോൾ ആക്കി കുറേ പറഞ്ഞു, വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നോക്കിയപ്പോൾ കാലത്ത് തൊട്ട് വെറും എന്താ പറയുക, നമ്മൾ പറയില്ലേ ചില ദിവസം ഉഴപ്പിക്കളയാന്നുള്ള, ഈ കൊല്ലം നമ്മളായിട്ട് തന്നെ നമ്മൾ എന്താ പറയുക ഒന്നും അല്ലാണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല, ഞാൻ ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങണതിന് മുമ്പ് ഫോട്ടോസ് എടുക്കാൻ നിന്നതാട്ടോ. അപ്പോൾ ആര് വന്നാലും ഫോട്ടോ എടുക്കും. അക്കിയെ സംബന്ധിച്ചും വരുന്നവരായാലും ഇപ്പം അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും ഫോട്ടോ എടുക്കുക എന്നുള്ളതൊരു എല്ലാവർക്കും ഒരു ശീലമാണ്. അപ്പോൾ അതെപ്പോഴും നല്ലതുമാണ് കേട്ടോ. കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കിതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ചേച്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ ആര് വന്നാലും ഇവിടുത്തെ ഒരാളെ പോലെയാണ് അവരോടും പെരുമാറുക. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ച് കൊടുക്കുക, ഇതൊക്കെ മൂപ്പരുടെ പണികളാണ്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ വന്ന് 4:45 ഞാനിവിടെ എത്തി. ഞാൻ 2:45 പോയത്, 3:45, 4:45, ശരിക്കും 2 മണിക്കൂർ പോയി വരുമ്പോഴേക്കും ഇവരുടെ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നമ്മൾ പോകുമ്പോൾ കൂർക്ക ഉണ്ടായിരുന്നു, അതൊക്കെ വേവിച്ചു. അത് കഴിഞ്ഞിട്ട് കറികൾ പകർത്തി വെച്ചു. ഇതെന്തിട്ട് കൂന്തൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഓൾറെഡി അടുപ്പത്ത് അതിനുള്ള കുടപ്പുളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് നാളെ ഇഡ്ഡലിക്കുള്ള മാവ് അരയ്ക്കാനുള്ളത്. അപ്പോൾ ചോറ് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെക്കട്ടെ, അളവ് ഡിവൈനെ കൃത്യമായിട്ട് ഇങ്ങനെ അളവിൽ വെക്കണം. അപ്പോഴാണ് ചുവന്നുള്ളി. അപ്പം ഞാൻ സിഡാറിൽ കണ്ടപ്പോൾ വാങ്ങിക്കാതാണ്. അപ്പോൾ ഇല്ല, ആദ്യം പഴയത് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഡിമ്പിൾ മെനക്കെട്ടിരുന്ന് ചുവന്നുള്ളി നന്നാക്കാറുണ്ട്. കാരണം ചെറുതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞോട്ടെ മറ്റേ ചെമ്മീനിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിരുന്ന് നന്നാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു 3 in 1 കുറച്ച് പാലിലെടുത്തിട്ട് ഞങ്ങൾ കാപ്പി ആദ്യം വെച്ച് കുടിച്ചു. അതായത് കുറേശ്ശെ കാപ്പി ആദ്യം കുടിച്ചു, അതിൻ്റെ കൂടെ ബ്രെഡും ബട്ടറും കഴിച്ചു. ഞങ്ങൾ 3 ആളും വീണ്ടും വർത്തമാനത്തിലേക്ക് ഇരുന്നു. അപ്പോൾ ഇടയിൽ ഡിവൈൻ വന്നതാണ് കേട്ടോ. ഞാനും ഡിമ്പിളും മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിവൈനും കൂടി എത്തിയപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഈ വിശേഷമൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഡിമ്പിൾ കൂന്തൽ നന്നാക്കാം കേട്ടോ. ഇത് മുനമ്പത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്, എനിക്കറിയില്ലായിരുന്നു. പണ്ടൊക്കെ ഞാൻ കൂന്തൽ നന്നാക്കുമ്പോൾ കത്തി ഉപയോഗിക്കുമായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് കത്തി ഉപയോഗിക്കുമ്പോൾ ഇത് എന്താ പറയുക, ഇങ്ങനെ റബ്ബർ പോലെയാവും അത്രേ. അപ്പോൾ ഇങ്ങനെ റിങ് പോലെ ഇങ്ങനെ പിച്ചി എടുക്കുക ചെയ്യുക കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഡിമ്പിൾ അവിടെ ചെന്നതിന് ശേഷം ചെമ്മീൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ചെയ്യാനും അതിൻ്റെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് അവിടെ മുനമ്പത്തുനിന്നാട്ടോ. അങ്ങനെ ഇവരുടെ ഈ പരിപാടികൾ കഴിയുന്ന സമയമായപ്പോഴേക്കും എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് എനിക്ക് പ്രഷർ ഡൗൺ ആവുകയാണോ കൂടാണോ ഉണ്ടായി, എനിക്ക് ആകെ കൂടി ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പതുക്കെ അക്കിയുടെ അവിടെ നിന്ന് ഇറങ്ങണോട് കൂടിയിട്ട് എനിക്ക് ഒരു ലെവലല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ പതുക്കെ പറഞ്ഞു ഞാൻ കുറച്ച് നേരം പോയിട്ട് കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 7:30ക്കൊക്കെ ഞാൻ കിടന്നിറക്കണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ കിടന്ന ഒറ്റ ഉറക്കമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ പോയി കിടന്നത്. എനിക്ക് കിടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് കുട്ടികളിങ്ങനെ വലിച്ചു വാരിയിട്ട് കിടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും പട്ടികൾക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർക്കുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഞാനൊന്ന് പോയി കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്ന് ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീച്ചിട്ട് പ്രഷർ നോക്കിയപ്പോൾ കുറച്ച് ഹൈ ആണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാലും ഒരല്പം അത്രയേ ഉള്ളൂ. അപ്പം അത് ഞാൻ അച്ചാറൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൂടുതലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കിടക്കേണ്ട സംഭവമില്ല. പക്ഷേ എന്തോ നമ്മൾ ചില ദിവസം അങ്ങനെയാണല്ലോ. ഇന്ന് 2 യാത്രയുണ്ടായിരുന്നു. എനിക്ക് യാത്രകൾ അങ്ങനെ അങ്ങോട്ട് പറ്റണില്ല. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറേ എനിക്ക് യാത്രകൾ എനിക്ക് മാക്സിമം ഞാൻ അതുകൊണ്ട് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇന്ന് അപ്പോൾ ഡിവൈൻ പറഞ്ഞു 2 വട്ടം പോയതല്ലേ മമ്മി, രാവിലെയും ഒന്ന് പോയി ഉച്ചയ്ക്കും ഒന്ന് പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കിടന്ന് ഇവിടെയാണ് കേട്ടോ കിടന്നത്, സെറ്റിമേ കിടന്നതും ചാക്കോച്ചൻ വന്നിട്ട് മമ്മിക്ക് വാവുകയാണോ സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇട്ട് സുഖിപ്പിക്കൽ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഡാഡി എനിക്ക് പ്രഷർ നോക്കാനായിട്ട് അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് പ്രഷർ നോക്കി കഴിഞ്ഞാൽ പിന്നാലെ എല്ലാവരും കയ്യും കൊണ്ട് വരും. അങ്ങനെ ഡിമ്പിളിനെ നോക്കിയപ്പോൾ ഡിമ്പിളിന് ലോ പ്രഷറാണ്. അത് സ്വതവേ എപ്പോഴും അതെ ലോ പ്രഷറാണ്. എന്നാൽ ഉപ്പിലിട്ടത് കഴിക്കാൻ പറഞ്ഞാൽ മൂപ്പർക്ക് അത് ഇഷ്ടമില്ല. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത ഇവരുടെ ഒരു പരിപാടി എന്തിട്ടായിരുന്നു വെച്ചാൽ, അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് നേരെ ഞാൻ പട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. അവരെന്നെ കാത്തിങ്ങനെ പുറത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ വന്നാലും അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുത്താൽ തന്നെ എനിക്കും തൃപ്തിയുള്ളൂ, അവരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പോണോട് കൂടിയിട്ട് നോക്കിയപ്പോൾ പച്ചക്കറികളൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് 2 പേർക്കും പിടിപ്പത് കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പം ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി ഒതുക്കി ഫ്രിഡ്ജിലൊക്കെ ആക്കി വെച്ചു. ഇവിടെയൊക്കെ ഒന്ന് ക്ലിയറാക്കി. അപ്പോഴേക്കും അകത്തും കാര്യം. അപ്പോൾ ലീലാമ്മ ഉള്ളപ്പോഴാണ് ഡിവൈൻ എന്തെങ്കിലും ഒതുക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾ മുകളിലുണ്ടാവാനും പാടില്ല. അപ്പോൾ ഇവരെയൊക്കെ താഴെ ആക്കിയതിന് ശേഷം ഡിവൈൻ മുകളിലേക്ക് പോയി. ലീലാമ്മച്ചി അവിടെയുണ്ട്. അപ്പോൾ ഇവർ സ്റ്റാച്ചു കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ തോമു ഒരു കോമഡി കഥാപാത്രമാണ്. നിങ്ങൾക്ക് ശരിക്കും തോമുവിനെ അധികം കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. അതായത് മറ്റേ വെള്ളടിച്ച് ഡാൻസ് കളിക്കില്ലേ, അതുപോലെയൊക്കെ ഡാൻസ് കളിക്കും. കുറേ കാര്യങ്ങളുണ്ട് അവൻ്റെ കയ്യിൽ. പക്ഷെ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ചമ്മല, അതുകൊണ്ട് കാണിക്കില്ല. ഇതിപ്പോൾ അവനറിയാണ്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ സ്റ്റാച്ചു കളിക്കുകയാണ്. അപ്പോൾ ഓച്ചു കുറേ നേരം അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നത്. പിന്നെ കിച്ചണിലത്തെ പണികൾ ഒരുവിധം എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. നാളേക്കുള്ള സാമ്പാർ, ഉപ്പേരി എനിക്ക് തോന്നുന്നു സ്പ്രിംഗ് ഓണിയനാണ് തോന്നുന്നുണ്ട് വെക്കണത്, എനിക്ക് അറിയില്ല. പിന്നെ രാവിലേക്ക് എന്തിട്ടാണ് പുട്ടും ഇഡ്ഡലിയും ചട്നിയോ സാമ്പാറും ഉണ്ട്. അങ്ങനെ എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാത്രി ഇനി ചപ്പാത്തി ഉണ്ടാക്കലേ ഉള്ളൂ. അപ്പോൾ ഇത് സ്റ്റാച്ചുവിൻ്റെ കുറേ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോൺ എടുത്തപ്പോഴാണ് ഡിംപിള് ഞാൻ കിടക്കണ നേരത്ത് ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ നേരത്താണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവരെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പിന്നാലെ വരും പട്ടിക്കൂട്ടിലേക്ക്. എന്നിട്ട് ആ പരിയപ്പുറത്ത് ഇവരുടെ കൂടെ പട്ടിയുടെ കൂടെ അങ്ങോട്ട് നടക്കൽ അവരെ ഒന്ന് അവിടെ പിടിക്കൽ, അതൊക്കെയാണ് ഇവരുടെ 3 ആൾക്കും ആ സുഖേട്. അപ്പോൾ ഞാൻ പുറത്ത് പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോണ നേരത്ത് ഡിംപിൾ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നിട്ട് ഈ സ്റ്റാച്യുവിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ അവരെന്താ പറയുക, അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ലീലാമ്മ അപ്പം നോക്കി കാണുമായിരുന്നു. കാരണം അങ്ങനെ അധികം കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ചാക്കോ അതെ സ്റ്റാച്ചു ഒക്കെ ഭയങ്കര ഭംഗിയിൽ പറയും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കിച്ചണിലേക്ക് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ചാക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ചൂരില കിട്ടിയത്. അപ്പോൾ അവൻ ആദ്യം അത് പി ആക്കി, അത് കഴിഞ്ഞിട്ട് ചെണ്ട കൊട്ടലാക്കി കേട്ടോ. ചെണ്ട കൊട്ടണ പോലെ, അപ്പോൾ നമ്മൾ മ്യൂസിക് ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ ചെണ്ട കൊട്ടലാക്കി. പിന്നെ ചില സമയത്ത് കാണാം ഈ മറ്റേ കളരി ചെയ്യണ പോലെ ചൂരിൽ പിടിച്ചിങ്ങനെ തിരിച്ച് കാണിക്കണത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും ലീലാമ്മയ്ക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു പിള്ളേർസിൻ്റെ കളിയും കാര്യങ്ങളും കാണുമ്പോൾ. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് അച്ചാച്ചനെ കാണിക്കും. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അതിൻ്റെ ഇടയിലും ഇവിടെ പാച്ചു ഡോണിൻ്റെ ഫോൺ എടുത്ത് ആൻസിനെ വിളിക്കും. അങ്ങനെ ഭയങ്കര ബഹളം. അപ്പോൾ ഡിവൈൻ പറയായിരുന്നു, ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായോ ഞാൻ എന്താണ് ഫോൺ വിളിക്കാനായിട്ട് വൈകണത്. അപ്പോൾ അച്ചാച്ചൻ ചിലപ്പോൾ ചോദിക്കും ഇവിടെ ഡിവൈൻ എന്താ വിളിക്കാത്ത, ഡിവൈന് നമ്മളെ മറന്നോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ഡിവൈൻ ചോദിക്കായിരുന്നു, ഇപ്പം മനസ്സിലായില്ലേ എനിക്കൊരു നേരം ഫോൺ എടുത്ത് സംസാരിക്കാനായിട്ട് പറ്റില്ല, ഇവരുടെയൊക്കെ മുമ്പിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. കാരണം
ഒരാളെപ്പോഴും അവരെ നോക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വിളിച്ച് വരുത്തും അവർ. അങ്ങനെയാണ് സംഭവം. അവർ കളിക്കുകയാണ്, പക്ഷേ അവർക്കറിയില്ലല്ലോ. അപ്പോൾ എവിടെ വെച്ചാണ് പണി പാളുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല ചെമ്മീൻ കറി കേട്ടോ. പക്ഷെ ഒരു ഇത്തിരി എരിവ്, ഞങ്ങൾക്കൊക്കെ നല്ല എരിവാണ്. ലീലാമ്മയ്ക്ക് അങ്ങനെ എരിവ് അധികം പറ്റില്ല. അച്ചാച്ചന് എരിവ് ഇഷ്ടമത്ര. അപ്പോൾ ലീലാമ്മയ്ക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുപയറിൻ്റെ ഇതും കൂടി കൊടുത്തിട്ടാണ്. കാരണം ആൾക്ക് നല്ല എരിവായിപ്പോയി, ഇത്തിരി കൂടിപ്പോയി എരിവ് കേട്ടോ. പക്ഷെ നല്ല ചൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർക്ക് പറ്റില്ലല്ലോ എരിവ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഊണൊക്കെ കഴിഞ്ഞ്, ഊണല്ല ചപ്പാത്തിയും കറിയും കഴിച്ചു. അപ്പോൾ സബോള എടുത്തിട്ടുണ്ടായിരുന്നു, സാലഡിന് എടുത്തു. പക്ഷേ അരിഞ്ഞപ്പോഴാണ് നല്ല എരിവുള്ള സബോള. അരിയുമ്പോഴേക്കും ഒരു വല്ലാത്തൊരു എരിവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി എരിവുണ്ട്, ഇനി അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ വേറൊരു സാലഡും കാര്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞിട്ട് സബോള മാത്രം എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ അവന് പഴം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ പഴം കഴിച്ചായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ്റെ ഫേവറേറ്റ് സംഭവമാണ് പഴം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവനിത് കൊടുത്തപ്പോൾ അത് ഒരെണ്ണം പോരാന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പാപ്പൻ്റെ ഡാഡി കൊണ്ടുവന്നിട്ട് ജംസ് കൊടുത്തു എല്ലാ കുട്ടികൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബ്രെഡ് പിസ്സ കഴിച്ചായിരുന്നു കേട്ടോ. ബ്രെഡ് കൊണ്ട് മറ്റേ ഫ്രയറിൽ വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് ഞാൻ കെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ സംഭവം ഒരു 7-7:30 കൂടിയിട്ട് അവർക്ക് കൊടുത്ത് അവസാനിപ്പിക്കും. അങ്ങനെ ചാക്കോ ഗുഡ് നൈറ്റ് പറയണതിൻ്റെ മുമ്പ്, ചാക്കോ അല്ല കേട്ടോ, പാച്ചു പറയണതിന് മുമ്പ് ഡിവൈനെ ഇട്ട് സുഖിപ്പിക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എൻ്റെ അപ്പ എന്നുള്ള അങ്കാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. അപ്പോൾ പാച്ചുവും പറയും എൻ്റെ അപ്പയാണെന്ന് പറയും. അങ്ങനെ 3 ഡോണിൻ്റെ മേത്താണ്. അപ്പോൾ ലീലാമ്മ പറയായിരുന്നു കുട്ടികൾക്ക് 3 ഡോണിനെ വേണ്ടൂല്ലേ എന്ന്. അപ്പോൾ ഡിവൈൻ പറയും വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം അവർക്ക് ഞാൻ വേണം, അല്ലെങ്കിൽ ഫുൾ ടൈം അവർക്ക് അപ്പം മതി എന്ന് പറയും. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുട്ടികൾ ഒന്നിച്ച് കളിയും ബഹളവും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിന് ഭയങ്കര സന്തോഷം. നേരം പോണത് അറിയേയില്ല. അങ്ങനെ ഇന്ന് ലീലാമ്മ പറയായിരുന്നു കുറേ ചിരിച്ചു എന്ന്. കാരണം അതുമാതിരിയായിരുന്നു കോമാളിത്തരങ്ങളും കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പാച്ചു പറയാണ് ഫോർച്യൂണർ ബാഡാന്ന്. അപ്പോൾ തോമു പറയണത് അല്ല XUV ആണ് ബാഡ് എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള വർത്തമാനങ്ങളാട്ടോ. നല്ല രസമാണ് അവരുടെ കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചാക്കോന് തോന്നിയത് അവനെ ശ്രദ്ധിക്കില്ല എന്ന്. കാരണം ഇവരിങ്ങനെ അത് ബാഡാണ് ഇത് ഗുഡാണെന്ന് പറയുമ്പോൾ ചാക്കോന് തോന്നി അവനെ ശ്രദ്ധിക്കില്ല എന്ന്. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് കളിക്കണ കളിയാണ് കേട്ടോ. അതായത് ഞാൻ ചിരിക്കണം, ഞാൻ ഓരോന്ന് പറയണം, അപ്പോൾ അവന് ഉറക്കെ ചിരിക്കണം. അങ്ങനെ എന്താ പറയുക, ഒളിച്ച് കളിക്കൽ, അതായത് കണ്ണ് പൊത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറയൽ, അങ്ങനെ എന്താ പറയുക കുറേ കളിയും ചിരിയും ബഹളവും കാര്യങ്ങളും കഴിഞ്ഞ് ഡിവൈൻ ഇന്ന് രാവിലത്തെ ഓരോ കാര്യങ്ങൾ പറയുക. കുട്ടികൾ ഛർദ്ദിക്കണതിൻ്റെ അതൊക്കെ ആക്ഷൻ വഴിയാണ് പറയുക. അപ്പോൾ ലീലാമ്മ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയത് എന്താണ് ഇവൾ പറയണേന്നുള്ളത് കേട്ടോ. അങ്ങനെ ഈ വിശേഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെയും കൊണ്ട് ആദ്യം ലീലാംച്ചിയും ഡോണും കയറി. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാച്ചുവിന് ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ പാച്ചുവിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയതിന് ശേഷം ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ അതിൻ്റെ കാര്യങ്ങൾക്ക് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡോണും അപ്പയും മക്കളും കൂടിയിട്ടുള്ള ഇതാണ്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരിതാ കയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിരിയും കളിയും, അതിൻ്റെ ഇടയിൽ ഒന്ന് വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും തലയിടിക്കും, അതിൻ്റെ കരച്ചിലും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അതൊന്നും കരയുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വീഡിയോസ് എടുക്കാറില്ല. ഇതിപ്പോൾ ചൂരിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനി വല്ല കോപ്പിറൈറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനെന്ന് വെച്ചാൽ അത് ഡിലീറ്റ് ചെയ്യാൻ വിട്ടും പോയി. ഇനിയിപ്പോൾ എനിക്ക് പറ്റുമോ ഇല്ലേന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതിൻ്റെ സംഭവം വരും. വേറെ ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് വരികയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ചെയ്യേണ്ടി വരും. നോക്കട്ടെ എന്താ വരണേ നോക്കട്ടെ. അങ്ങനെ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് ഉമ്മൊക്കെ കൊടുത്ത് അവരിതേ പോവായിട്ടോ. അപ്പോൾ ഇന്ന് ചാക്കോന് ആകെ കൂടിയിട്ട് എന്താ പറയുക ആർക്കും ഉമ്മൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറണേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓച്ചൂന് ഉമ്മൻ കൊടുക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഓടി വന്ന് ഓച്ചൂന് ഉമ്മൻ കൊടുത്ത്. അപ്പോൾ ഡാഡി ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടക്കാനായിട്ട്. അങ്ങനെ വന്ന് യാത്രയൊക്കെ പറഞ്ഞ് മൂപ്പര് പോവാണ്. അപ്പോൾ തോമുവിനെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുൻ ഭയങ്കര പേടിത്തൊണ്ടനാണ് കേട്ടോ. അവന് ഭയങ്കര പേടിയാണ്. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയാറില്ല, അവന് ഹൊറർ സിനിമകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷെ കണ്ട് കഴിഞ്ഞാൽ ഒരൊച്ച കേട്ടാൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ലൈറ്റ് ഇടാണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടി. അപ്പോൾ കയറുമ്പോൾ ഡിമ്പിൾ പേടിപ്പിക്കരുതാ. അപ്പോൾ അവനിങ്ങനെ ഭയങ്കര ചമ്മലാണ്, പേടിക്കണതിൻ്റെ ഒരു ചമ്മലുണ്ട്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഇതാ റൂമിൽ ഇവിടെ കിച്ചണിലേക്ക് വന്നു. പാച്ചുവിനുള്ള ഫുഡ് എടുക്കണു. ഞങ്ങൾ ഇതാ ഡിവൈനും ഞാനും കുറേശ്ശെ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ അത് മാറ്റി വെച്ചു. അപ്പോൾ ലുലുവിൽ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് തൊട്ട് കുറച്ച് ദിവസം 4-5 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ പേപ്പറിൽ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ പേപ്പറിൽ നിന്ന് ഞാൻ എനിക്ക് ആവശ്യം എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം ലിസ്റ്റ് ഇട്ടു. കാരണം കുറേ കാശ് കൊണ്ട് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഉള്ളത് മുഴുവൻ എടുത്ത് കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചിലർ അങ്ങനെ കേട്ടോ, ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ പോയിട്ട് കുറേ ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരും. അതിൻ്റെ കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡിസ്കൗണ്ട് ഉള്ളതുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക. അല്ലാണ്ട് ഡിസ്കൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോഴാണ് മറ്റേ പാൻറ്റൊക്കെ ഇങ്ങനെ എന്താ പറയുക, കാറ്റത്ത് ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞിട്ട് ചുറ്റിക്കെട്ട് ഒക്കെ കിടക്കണേ. അപ്പോൾ എല്ലാവരും കിടന്നെങ്കിലും ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കൂടി എടുത്ത് മടക്കിയിട്ടാവാം. ഒരു ദിവസത്തെ പണി ഇന്നത്തെ ആ യാത്ര പോയതിൻ്റെ ആ ഒരു ഇതാണ് ഉണ്ടായത്. കംപ്ലീറ്റ് നമ്മുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റി. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു കൃത്യനിഷ്ഠകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ അത് ഇന്നും 2 യാത്രയും കൂടി ഉണ്ട്. 2 യാത്ര ഉണ്ടായതുകൊണ്ട് ഒരു നിലയ്ക്കും എനിക്കത് എന്താ പറയുക ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. ബിസിനസ്സും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം ഞാൻ കുട്ടികളോടും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾ വേണം ഫോണിൽ ഉത്തരങ്ങളും റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത്. കാരണം നമ്മൾ ചോദിക്കുമ്പോൾ അപ്പം മറുപടി കൊടുത്തില്ലെങ്കിൽ അവർ ചോദിക്കുന്നവർക്കും അതൊരു ഇവരെന്താ ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല, എന്നാൽ പിന്നെ മിണ്ടണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത് ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ ഞാൻ കുട്ടികളോട് പറയും ഞാനില്ലാത്ത അവസരത്തിൽ നിങ്ങളതെടുത്ത് കൈകാര്യം ചെയ്യണമെന്ന് പറയും കേട്ടോ. അങ്ങനെ ഇന്ന് കുറേ ലേറ്റായി. പക്ഷേ ഞാൻ മനഃപൂർവ്വം ലേറ്റാക്കിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ നേരത്ത് സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ പണികളങ്ങോട്ട് കഴിക്കാം, നാളെ എന്തായാലും ലേറ്റാവും എണീക്കാനായിട്ട്. അപ്പോൾ ഈ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അങ്ങനെ തുണികളൊക്കെ ദേ മടക്കി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ബെഡ്റൂമിലേക്കൊന്നും കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ വെച്ചു. കാരണം ഈ നേരത്ത് തുറന്നു കഴിഞ്ഞാൽ ഉറങ്ങണ കുട്ടികൾ എണീക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വരെ പാച്ചു ഒന്ന് ഉറങ്ങിയ വഴിക്ക് ചുമച്ചപ്പോൾ എണീറ്റതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഉച്ചയ്ക്ക് അവൻ പിന്നീട് ഉറങ്ങാഞ്ഞത്. അപ്പോൾ രാത്രി ആയാലും ഇങ്ങനെ ചുമച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കത്തിൽ ചുമച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഉറക്കം മൊത്തം പോവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള നേരം ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വാതിലോ ഒരനക്കമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ ഭക്തിയാനൊക്കെ വെച്ചിട്ട് ചില സമയത്ത് എഡിറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ ഇന്ന് ഞാനതൊന്നും ചെയ്തില്ല, ഉറങ്ങണോരും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.